മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പിടിച്ചു വാങ്ങാനോ വിലപേശി വാങ്ങാനോ ശ്രമിക്കരുത്. കാരണം അതിൽ 1% പോലും ആത്മാർത്ഥത ഉണ്ടാകില്ല. വളരെ കുറച്ചാളുകൾ മാത്രം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ബാക്കിയുള്ളവർ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമായിരിക്കും. നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരാളെയും മരിക്കുവോളം വെറുക്കാൻ കഴിയില്ല. പകരമായി എത്തുന്നവരാരും പകരം വയ്ക്കപ്പെടുകയുമില്ല. ഭക്തരെ, വിശ്വാസവും പ്രാർത്ഥനയും രണ്ടും അദൃശ്യമാണ്. പക്ഷേ അവ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു. നിങ്ങളുടെ ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. അവിടെ എന്തു വേണമെങ്കിലും വിതയ്ക്കാം. സ്നേഹം, വെറുപ്പ്, ഭയം, പ്രത്യാശ, അസൂയ, പ്രതികാരം എല്ലാം അവിടെ നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്ത് കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഭക്തരെ, ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും ബാക്കി പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നു. ഭക്തരെ, നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയില്ലെന്ന് നിങ്ങളോട് പറയുന്നത് 2 തരം ആളുകളാണ്. സ്വയം ശ്രമിക്കാൻ ഭയപ്പെടുന്നവരും നിങ്ങൾ വിജയിക്കുമെന്ന് ഭയപ്പെടുന്നവരും. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ എന്തു പറയും, എന്ത് കരുതും എന്ന് കരുതി നിങ്ങളുടെ ഇഷ്ടങ്ങളെ, സന്തോഷങ്ങളെ വേണ്ടെന്ന് വയ്ക്കാതിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ മറ്റുള്ളവർ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകില്ല. ഭക്തരെ, നിങ്ങളെല്ലാ പ്രതിസന്ധികളോടും പോരാടുക. ധൈര്യമായിട്ടിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടമായി മാറും. ദേവാദിദേവൻ മഹാദേവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ഭക്തരെ, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവർക്കും വീഴ്ച പറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ തുടർ യാത്രയിൽ വീണു പോകാതെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഭക്തരെ, സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല, സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത്. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരാവേശത്തിന് തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് എന്തും ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് 3 വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. മാറി ചിന്തിക്കാം, അംഗീകരിക്കാം, വിട്ടുകളയാം. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുക. അംഗീകരിക്കാൻ പറ്റാത്തവയെ വിട്ടുകളയുക. ഭക്തരെ, അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകൽ വെളിച്ചത്തിന് വഴിമാറുക തന്നെ ചെയ്യും. ഭക്തരെ, നിങ്ങളുടെ സ്നേഹത്തിനേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്ക് ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. പരിഹാസങ്ങളും പുച്ഛങ്ങളും തരം താഴ്ത്തലുകളും നേരിട്ട് ജീവിതത്തിൽ വിജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരു സാഹചര്യത്തിലും അവർക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കും. പ്രകടിപ്പിക്കാത്ത വേദനകൾക്ക് കാഴ്ചയിൽ ഉള്ളതിനേക്കാൾ തീവ്രതയുണ്ടാകും. സത്യസന്ധത വളരെ വിലപ്പെട്ട സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് നിങ്ങളത് പ്രതീക്ഷിക്കരുത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.